എന്നാലും എന്റെ കേശവ മാഷെ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ തല പൊക്കി നോക്കുപോലെ ചെയ്തില്ല. അതിനല്ലേടോ ഇവൻ നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടകത്ത് എന്ന പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നുറങ്ങും. ബീവറേജ് കോർപ്പറേഷന് സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊട്ടെ ഇതെന്തിനീ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളണം. 5 മിനിറ്റ് തെറ്റിയ അപ്പ തലവെക്കും, പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷെ, നിങ്ങളെ ഭാര്യങ്ങാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, നാളെ രാവിലെ എത്തൂ. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്ക അല്ലേ? പിന്നെ ആ തമ്പിയും സേവിയറും ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷനാ. ഇപ്പത് ശീലായി. എന്റെ കുട്ടി സാറേ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടോണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വെള്ളച്ചില് പെണ്ണിനെ കൂടെ നിർത്തുക. കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്കാം. ഓ ഇപ്പൊ അങ്ങനെയായില്ലേ? എന്നാ പിന്നെ നിങ്ങളെ പാടാ എന്താ ചെയ്തു? എനിക്ക് വയ്ക്കില്ലേ പണങ്ങ. അവൻ ഇത് കൊടുക്കാൻ സമയായി. അല്ല മാഷെ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും ഒരു കുട്ടിക്ക് പാല് കൊടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല. ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്ക്. ഗ്ലാസിന്റെ മുകളിലേക്കൊന്നും വിടല്ലേ, അവളെന്നെ. ദീപക് മോനെ വാടാ, അച്ഛൻ പാല് തരാം. പല സ്വഭാവമാണ് ആ പെണ്ണിന്. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോൾ കിട്ടും. ഏയ്, ബാങ്കിൽ വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണു കൊടുത്താലും കുഴപ്പമില്ല. പ്രാക്ടിക്കൽ. അവൻ എഴുന്നേറ്റോ? എന്റെ ഈശ്വര, ചതിച്ചല്ലോ. മാഷേ, പട്ടിയുടെ മദ്യം വക്കീൽ പിടിച്ചു. കിടക്കണ കിടപ്പ്. ഈശ്വര, ഞാൻ ഇനി എങ്ങനെ പോട്ടെ? വക്കീൽ എങ്ങനെ പോട്ടെ? ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്, ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്, ധീരാ വീരാ ഗോവിന്ദൻകുട്ടി, ധീരാ വീരാ ഗോവിന്ദൻകുട്ടി, മോനെ ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്, ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്, ധീരാ വീരാ ഗോവിന്ദൻകുട്ടി, ധീരാ വീരാ ഗോവിന്ദൻകുട്ടി, ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്, ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്, ധീരാ വീരാ ഗോവിന്ദൻകുട്ടി, ധീരാ വീരാ ഗോവിന്ദൻകുട്ടി, ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്, ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്, സിന്ദാബാദ്. എന്താടാ മോനെ ഇതൊക്കെ? ഞാൻ അന്നേ പറഞ്ഞതാ, നിന്റെ ഈ കാഴ്ചപ്പാടൊക്കെ നമ്മുടെ വീട്ടിൽ മതിയെന്ന്. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവനെ വിഷമിപ്പിക്കാതെ. കുറെ സമത്വവാദി തെണ്ടികൾ വിചാരിച്ചപ്പോ ഇങ്ങനെയൊക്കെ നടന്നു. ഇങ്ങോട്ടുള്ള പൊറുതി വേണ്ടായിരുന്നു. ഇങ്ങനെ ചതിക്കാൻ പറ്റുമോ മനുഷ്യർക്ക്? എല്ലാം ശരിയാവും അമ്മേ. അമ്മയുടെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം ചെയ്യിക്കും. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് വെച്ചടാ ചക്കരെ. ശരി. മോനെ, ദാ മോനെ. എന്താടാ അത്? അവളയച്ച കത്താണോ? അല്ല, അവൾക്ക് വേണ്ടി വക്കീലയച്ച നോട്ടീസാ. ഡിവോഴ്സ് നോട്ടീസ്. ഈശ്വര, അപ്പം കാര്യങ്ങൾ അതുവരെ എത്തിയല്ലേ? അച്ഛാ, ഈ ഡിവോഴ്സ് നോട്ടീസ് എന്ന് പറഞ്ഞാ എന്താ? അതൊന്നും പറഞ്ഞാ മോനിപ്പോ മനസ്സിലാവില്ലടാ. ഈ ഡ്രമാറ്റിക് അച്ചീവ്മെന്റിനുള്ള മുഴുവൻ ക്രെഡിറ്റും ഞാൻ മിസ്സിസ് മഞ്ജുവിന് നൽകുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി unfair from the part of the company if we don't reciprocate the hard work she has put in. മിസ്സിസ് മഞ്ജുവിന്റെ കഠിനാധ്വാനവും ജോലിയോടുള്ള ആത്മാർത്ഥതയും കുറച്ചു കാണാൻ കഴിയില്ല. സോ വിത്ത് ഓൾ യുവർ പെർമിഷൻ ഡിയർ ബോർഡ് മെമ്പേഴ്സ്, ഇന്നു മുതൽ മിസ്സിസ് മഞ്ജുവിനെ ഞാൻ ഈ കമ്പനിയുടെ GM ഓപ്പറേഷൻസ് ആയി പ്രമോട്ട് ചെയ്തിരിക്കുന്നു. So that's all for the board meeting today. Meeting dispersed, okay? Thank you, sir.
Excuse me, Manju. 1 minute, please. Sit down. Are you happy? Yes, sir. മിസ്സിസ് മഞ്ജു, ഞാൻ പറയാൻ മറന്നു. വരുന്ന ബുധനാഴ്ച ഞാൻ മൂന്നാറിലേക്ക് പോവുകയാണ്. പ്യൂർലി ഒഫീഷ്യൽ. മഞ്ജു എന്നോടൊപ്പം വരണം. You got me right? And before we leave, the project report should be ready. സർ, ഞാനതൊരു പ്രിലിമിനറി ഔട്ട്ലൈൻ ആക്കി വെച്ചിട്ടേ ഉള്ളൂ. No. അതുപോരാ. By tomorrow morning 10 a.m. It should be ready on my table. Okay? മഞ്ജുവിന് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് പോയപ്പോ മേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റാ. അത് മിസ്സിസ് ജാനറ്റ് അല്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നമ്മുടെ ആളാ. ഓക്കെ സർ. അപ്പൊ എന്തേമേ വന്ന പാടെ കേറി കിടക്കണതാ, ഒന്നും കഴിച്ചിട്ടുമില്ല. അതെന്താ, അവന് വിശപ്പൊന്നുമില്ലേ? അമ്മയും അച്ഛനും കൂടെ ഒന്നിച്ചങ്ങ് ഇറങ്ങിപ്പോയപ്പോ പാവം കുഞ്ഞ്, ഞങ്ങൾ എന്തു പറഞ്ഞാ സമാധാനിപ്പിക്കുക അവനെ? അതുപോരാഞ്ഞ് സ്കൂളിൽ നിന്നുള്ള കുത്തുവാക്കും പരിഹാസങ്ങളും വേറെ. എന്താ ചെയ്യുക? ഞങ്ങളുടെ ഒരു വിധി. സ്കൂളിൽ നിന്ന് വന്നപ്പം മുതല് അമ്മയെ കാണണമെന്ന് പറഞ്ഞ ഒരേ നിർബന്ധ. അവന് നല്ല വിഷമമുണ്ട്. കുറെ കരഞ്ഞു, പിന്നെ ഉറങ്ങി. നീ ഒരു കാര്യം ചെയ്, എന്നെ അവനെയും കൂടെ അവള് താമസിക്കുന്ന ഹോസ്റ്റൽ വരെ ഒന്ന് കൊണ്ടുപോ. നീ വണ്ടിയിലിരുന്നാൽ മതി, ഞാൻ കൊണ്ടുപോയി കാണിക്കാം അവനെ. ശരി അച്ഛാ. നിങ്ങൾ ഇവിടെ ഇരുന്നു, ഞാൻ പോയിട്ട് വരാം. സാധാരണ 6 മണിക്ക് മുൻപേ എത്താറുള്ളതാ. ആ, ഇന്ന് ഓഫീസിൽ നിന്ന് MD വിളിച്ചു പറഞ്ഞു ലേറ്റ് ആവൂന്ന്. ഏതോ പ്രോജക്റ്റ് വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് പോലും. ശരി മാഡം, എന്നാ ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ആ. കാണാൻ പറ്റുവോ ആവോ? പേടിച്ചു പോയോ? പ്ലീസ് മഞ്ജു, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. ഐ ഗോട്ട് ആൻ ഐഡിയ. ഇന്ന് രാത്രി നമുക്കിവിടെ കൂടിയാലോ? ഐഡിയാസ് നോട്ട് ബാഡ്. യെസ്. ബട്ട് ഞാൻ അത്രക്കാരിയല്ല. കം ഓൺ, ഞാൻ അത്രക്കാരനാണോ? മഞ്ജു കേട്ടിട്ടില്ലേ, ഓപ്പർച്യൂണിറ്റി മേക്സ് ദ തീവ്. സമയവും സന്ദർഭവും ഒത്തുവന്നാൽ ആരും മോഷ്ടിക്കും. ഇത്തരം ഒരു അവസരം ദൈവമായിട്ടുണ്ടാക്കിയതാണെന്ന് ഞാനെന്ന് വിശ്വസിച്ചോട്ടെ. പ്ലീസ് മിസ്സിസ് മഞ്ജു, ദിസ് ഈസ് ചീറ്റിംഗ്. ഞാൻ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല. വാട്ട് യു മീൻ? വസുന്ധരയോട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായി പറഞ്ഞ് ഫിക്സ് ചെയ്തതാണ്. എന്നിട്ടിപ്പോ അത് സാർ അവരോട് തന്നെ ചോദിച്ചാൽ മതി.